നമ്മൾ ഈവനിങ് പോത്ത് വിട്ടിട്ടുണ്ട്. പൊതുവെ ഒരു ഇവിടെയൊക്കെയാണല്ലോ മേയാറെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ മെയിനെന്ന് കണ്ടതൊന്നും മേയാണ്ട് ഒരു കളത്തിൻ്റെ ഇത് നമ്മളില്ലാണ്ടായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പണികൾ കാണിച്ചു തരാം. അവിടെയൊക്കെ ചളിയാണ്, ഇങ്ങനെ പോകുന്നൊരു ഐഡിയ ഇല്ല. അതിൻ്റെ താഴെ മെയ്യുന്നത് അതാണ്ട ഗൈസ്, അവരെവിടെ പോയി നിൽക്കണോ നോക്ക്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്നതാ. അതിൻ്റെ അതിൻ്റെ ചോട്ടിൽ തോടാണ്. ബാ ബാ വേണ്ട, താഴെ തോടാണ്. ഒരു തോട്ടിൻ്റെ താഴത്തേക്ക് എത്തി. ഒന്നുമില്ല, അവർ മേയാനുള്ള സ്ഥലം അവർ തന്നെ ഇതാ കണ്ടെത്തിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പോത്തുകൾ മീഞ്ഞിതാ താഴത്തൂടെ പോണു. അപ്പോൾ ഈ താഴത്തൂടെ പോണത് കയറുമോ? ആ, അവർ താഴത്തൂടെ മീഞ്ഞ് ഏതി വരുന്ന അറിയില്ല, നമുക്ക് നോക്കാം. എപ്പോഴും നമ്മൾ മീൻ ഒരേ സ്ഥലമല്ലോ കാണിക്കും. ഇപ്പം കണ്ട അവർ എവിടെയൊക്കെയാണ് മീൻ, എങ്ങനെയൊക്കെ മീനെന്ന് കണ്ട. എന്താ ആടുകൾ അതിൻ്റെ ഇടയിൽ മീനുണ്ട്. അതാ നമ്മുടെ പോത്തപ്പന്മാർ നോക്കുക. അതാ താഴെ ഇതാ ഒരാൾ മൂന്നാളെന്താ 3 സൈഡിൽ നിന്നിട്ട് മീനുണ്ട് കേട്ടോ. ഇവരിതിൽ കൂടെ തോട്ടിക്ക് ഇറങ്ങുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇതിൽ കൂടെ കയറി വരും, ചിലപ്പോൾ ഇതിൽ കൂടെ തന്നെ കയറിയും വരും. മേയാനൊന്നുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ താഴേക്ക് ഇറങ്ങണത്. അപ്പോൾ അവിടെയൊക്കെ പോയി നിന്ന് മേയട്ടെ. ഇപ്പോൾ പോത്ത് മേയ്ക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, അവരെവിടെ പോയി മേയണോ അവിടെ നമ്മൾ നിർത്തി വേറെ നിറയെ മേയ്ക്കുക. പിന്നെ വെറുതെ നടക്കുകയാണെങ്കിൽ നമ്മൾ ആട്ടിയിട്ടുള്ള അവിടെ കൊണ്ട് വിടുക. അതൊക്കെയാണ് പോത്തുകളുടെ പരിപാടി. ഗൈസ്, നമ്മളിതാ കളത്തിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ വൈകിട്ട് നമ്മൾ പോത്ത് ഒഴിച്ച് വിട്ടതാണ്. പക്ഷേ അവർ കളത്തിൻ്റെ താഴത്ത് വിട്ട മീൻ. അപ്പോൾ അവർ മേഞ്ഞിട്ട് ഏതേ കയറി വരാൻ നോക്കാം. പാടത്തേക്ക് ഇറങ്ങാണ്ടിരുന്നാൽ മതി. പോത്തുകൾ ഇവിടെ നിന്ന് നോക്കി ഞങ്ങൾ കാണാൻ നോക്കാം കേട്ടോ. ഈ സൈഡ് കാണണ്ട അതാ നോക്കണം. പോത്തുകൾ നന്ന് അവിടെ മീൻ വേറെ നിറയ്ക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് താഴത്തും കൂടെ കൊണ്ടുപോകാം. വേണ്ട, ആടുകളൊക്കെ മീനുണ്ട്. ഇത്തിരി മഴയുണ്ടായി ഇപ്പോൾ എല്ലാവരും മേയാൻ അറിയുന്നുണ്ട്. വിശന്നു ഇവർ താഴത്ത് നിന്നിട്ടാണ് മേയുന്നത്. അവർ മേയാണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവർ മേയണോണ്ട് അവിടെ തന്നെ നിന്നോട്ടേ പറഞ്ഞിട്ട് മേയ്ക്കുന്നുണ്ട്. മഴയുള്ളതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ മേഞ്ഞിട്ട് ഇതിൽ കൂടെ തന്നെ കയറിയും വരും. അതാ അവനധികം കയറും തോന്നുന്നു. അപ്പോൾ ഇവരെന്തിയെ കയറട്ടെ. ഇവരെവിടെയും മെയിൻ കണ്ട, ഇവർ ഈ താഴെ തോട് അവിടെയൊക്കെയാണ് വീണത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളമാണ്. പക്ഷെ എന്താണ്, 2 ദിവസം മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. അവൻ മീനിട്ട് അത് ആദ്യം തന്നെ കയറാനായിരിക്കും. അതേ കയറാനൊക്കെ കണ്ട എളുപ്പമാണ് ഇവർക്ക്. അവൻ മീഞ്ഞ് ഇവരൊക്കെ കയറേണ്ട. അപ്പോൾ ഇവർ കയറട്ടെ. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ടാവും. വയറ് നിറച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുക. അപ്പോൾ ഓരോ ദിവസം ഓരോരോവിടെയാണ് ഇപ്പോൾ മേയണത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയാം നമ്മുടെ പോത്ത് മേയ്ക്കൽ എങ്ങനെയാണ്, പോത്ത് ജീവിതം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ. പോത്തുകൾ കയറി വരുന്നുണ്ട്. ഒരാൾ കയറിയിട്ട് വേറെ 2 ആൾക്കാരെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവർ കയറേണ്ടതാ. വേറൊരാളും കയറി വന്നിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ കയറി വരാനുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം പേടിച്ചു ഒരു താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ. പക്ഷെ എന്തോ കയറി വന്നു, സമാധാനം. മേഞ്ഞിട്ടാണ് കയറി വന്നത്, അതുകൊണ്ടാണ് ഫുൾ സമാധാനം നമുക്ക്. ഇതാളുടെ ബാക്കിൽ നമുക്കിവിടെ കാടെന്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാനും പേടിയാണ്. ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവും. ഇവിടെ നിന്ന് മലമ്പാമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പത്തെ ഷോർട്സിലൊക്കെ നോക്കിയാൽ ഈ തോട്ടിൻ്റെ അവിടെ നിന്ന് മീൻ പിടിക്കാൻ വന്നിട്ട് മലമ്പാമ്പ് ചൂണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് മലമ്പാമ്പൊക്കെ ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണല്ലോ വെള്ളത്തേക്ക് പാമ്പ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ കാട്ടിലൂടെയൊക്കെ നമ്മൾ പോത്ത് മേയ്ക്കാനൊക്കെ വിടുമ്പോഴും സേഫായിട്ട് നിന്നിട്ട് മേയ്ക്കുക. നോക്ക്, 2 ആളും കൂടെ കയറി വന്ന് മേഞ്ഞ് കഴിഞ്ഞ് കൊമ്പ് ഓർക്കുകയാണ്. ഇതുകളെ മേയ്ക്കലേ ഭയങ്കര പണിയാണ്. ഇവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ, പോത്ത് വളർത്തലും അതുപോലെ പോത്ത് കച്ചവടത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ്സ് ഇട്ടോളൂ കേട്ടോ, മറുപടി പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പുതിയ തൊഴുത്ത് നമ്മൾ പണിതിട്ടുണ്ട്. അപ്പോൾ അതിൽ നിൽക്കണതും വൈക്കോലിട്ട് കൊടുക്കണതൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവർ 2 ആളും കൂടെ കളിക്കുകയാണ്. വേറൊരാൾ കയറി വന്നിട്ടില്ല. അപ്പോൾ അവൻ കയറി വരട്ടെ. അപ്പോൾ നമ്മളുടെ ഡെയിലി പോത്ത് ജീവിതത്തിൽ പോത്ത് മേയ്ക്കലാണ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോത്തുകൾക്ക് തീറ്റ കൊടുക്കുന്നതും, പിന്നെ ഇവർ നമ്മളിപ്പോൾ പറമ്പിലൊക്കെ കെട്ടിയിട്ട് തീറ്റ കൊടുക്കാറുണ്ട്, പറമ്പിൽ മേയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇവൻ്റെ തൊഴുത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്നും അവിടെ വൈക്കോല് കഴിക്കണതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. നമ്മുടെ ജീവിതം കാണിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ പോത്തിൻ്റെ ജീവിതമാണ് കാണിക്കുന്നത്.
അപ്പോൾ ഇവർ നമ്മുടെ കൂടെ ഉള്ളത് ഇവർ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ കൂടെ കൂടിയ ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഇവരെ നമ്മൾ വാങ്ങിച്ചിട്ടൊരു 5 മാസമാവും. അപ്പോൾ ഇവരെ മാക്സിമം ഒരു വർഷമൊക്കെ നിർത്തിയാലാണ് നമുക്ക് ഇവരെ കൊണ്ട് ലാഭം ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ഒരു സൈസ് പോത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസം വളർത്തിയാൽ മതി. പക്ഷേ ചെറിയ കുട്ടിപ്പോത്തുകളൊക്കെ എടുക്കുകയാണെങ്കിൽ 1 കൊല്ലം നോക്കിയാലാണ് നമുക്ക് അവരെ കൊടുക്കുമ്പോൾ വല്ല ലാഭവും കിട്ടുള്ളൂ. അപ്പോൾ ഈ പോത്തുകൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, അതുപോലെ ഏത് ബ്രീഡാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ടൈമിലുള്ള ഫോട്ടോയും ഇവരിപ്പോഴും വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അയ്യോ പോത്തോടി ഇതാണ് പോത്തുകൾ ഓടുന്നത് കേട്ടോ. കണ്ട ഒറ്റ ഓട്ടം ഓടിയത് കണ്ട. ഇവൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നാലും നേരെ അവിടെ തോടുമ്പോഴതാ ഒരാൾ വീണ്ടും ഓടി. ഇതാണ് പോത്തോട്ടം പറയണത്. ഞാൻ പോത്തോടുക അറിയില്ല. നമ്മൾ മിക്കവാറും മേയ്ക്കുന്ന സമയത്ത് ഇവർ ഓടും കേട്ടോ. അത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റാണ്ടാണ്. കാരണം നമ്മളത് ഓടുമ്പോൾ പാടത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി രണ്ടാളും 2 സൈഡിൽ നിന്നിട്ടായിരിക്കും ആട്ടുക. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അതൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇന്ന് കറക്റ്റ് ഓടുമ്പോൾ അപ്പോൾ ഫ്രണ്ടിൽ കയറിയതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. മിക്കവാറും നമ്മൾ പേടിയായിട്ട് ഇവർ പാടത്തേക്ക് ഇറങ്ങുമോ എന്ന് പേടിച്ചിട്ട് 2 സൈഡ് കൂടിയും ഏതെങ്കിലുമൊക്കെ കൂടി ഓടിയിട്ടായിരിക്കും ഇവന് മേലേക്കാക്കുക. ഇവർ മെയിൻ കഴിഞ്ഞ് അവിടെ നിന്ന് കയറിയിട്ട് വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചാൽ ഇവർ നേരെ വേണ്ട എന്തൊരു ഓട്ടം ഓടിയത്. ഇവിടെ നിന്നിട്ട് ഇനി മെയിൻ ഗൈസ് ഇതുകൾ അവിടുത്തെ മേച്ചിലൊക്കെ കഴിഞ്ഞ് ഫുള്ളും ഓട്ടവും ചാട്ടവും കേട്ടോ. ഈ ക്യാമറയിൽ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി കൂടുകയും കുറയും ചെയ്യുന്നുണ്ട്. ലെവൽ ചെയ്ത് വെച്ചിട്ട് പോത്തുകൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞതാ. ലാസ്റ്റ് നമ്മളുടെ കളത്തിൻ്റെ ഇവിടെ തന്നെ വന്ന് മെയ്യുണ്ട്. അപ്പോൾ ഇവർ മേഞ്ഞ് വയർ നിറച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് വെള്ളം കൊടുത്ത് തവിടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മേയ്ക്കുന്നതും വീഡിയോ വരുന്നുണ്ട്. ഇത് നമ്മളുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പോത്ത് വിടലാണ് കേട്ടോ. രാവിലെ അത്ര മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എന്താ മഴയൊക്കെ ഉണ്ട്. റോട്ടിലൊക്കെ കണ്ട വെള്ളം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.